നമസ്കാരം. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഭാര്യ സൈറ ബാനുവാണ് വെളിപ്പെടുത്തിയത്. വേദനയോടെ ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാൻ ആകാത്തപോലെ അകന്നുപോയെന്നും സൈറ പറഞ്ഞിരുന്നു. തീരുമാനം ഉറപ്പിച്ചതുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു. 95-ൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയായിരുന്ന റഹ്മാന് വേണ്ടി അമ്മയാണ് പെണ്ണ് അന്വേഷിച്ചതും വിവാഹം ഉറപ്പിച്ചതുമെല്ലാം. വിവാഹബന്ധം 30-ാം വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഇടയിലാണ് ഡിവോഴ്സ് ആകുന്നുവെന്ന് സൈറ അറിയിച്ചത്. അതേസമയം സൈറ ബാനുവിന്റെ ആരോഗ്യ പ്രശ്നം മാസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. നേരത്തെ സംഗീത ലോകത്തെ മാന്ത്രികൻ AR റഹ്മാനുമായി ബന്ധം വേർപിരിയുന്നുവെന്ന് ഭാര്യ സൈറ ബാനു അഭിഭാഷക മുഖേന സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയായിരുന്നു അത്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരുമുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ സൈറ ബാനുവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി എന്നറിയിച്ച് സൈറ ബാനുവിന്റെ അഭിഭാഷകയാണ് പത്രക്കുറിപ്പ് ഇറക്കിയത്. എന്നാൽ ആ പത്രക്കുറിപ്പ് റഹ്മാൻ സൈറ ബാനു ബന്ധത്തെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ചെറിയ പ്രതീക്ഷ കൂടെയാണ്. എന്തെന്നാൽ വിവാഹമോചനത്തിന്റെ കേസ് പരിഗണിക്കുന്ന സൈറ ബാനുവിന്റെ അഭിഭാഷക ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തിറക്കിയ ഈ പത്രക്കുറിപ്പിൽ സൈറ ബാനു എന്നതിന് പകരം മിസസ് സൈറ റഹ്മാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഈ അവസ്ഥയിൽ റഹ്മാൻ എത്രത്തോളം സൈറയ്ക്ക് പിന്തുണയുമായി നിന്നു എന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സൈറ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവർ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. ഇപ്പോൾ പെട്ടെന്ന് രോഗമുക്തി നേടാനുള്ള ശ്രമത്തിലാണ് സൈറ റഹ്മാൻ. ഈ ഒരു അവസ്ഥയിൽ കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാം സൈറ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ലോസ് ആഞ്ചൽസിലുള്ള സൈറ റഹ്മാന്റെ സുഹൃത്തുക്കൾക്കും റസൂൽ പൂക്കുട്ടിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദയ്ക്കും റഹ്മാനും നന്ദി. ഈ അവസ്ഥയിൽ സൈറ സ്വകാര്യത ആഗ്രഹിക്കുന്നു എന്നാണ് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. എത്രയും പെട്ടെന്ന് സൈറ റഹ്മാൻ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം സൈറയും റഹ്മാനും ഒന്നിച്ചു കാണാനുള്ള ആഗ്രഹവും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് ഈ പത്രക്കുറിപ്പിന് താഴെ വരുന്നുണ്ട്. ദയവ് ചെയ്ത് അവരെ ഒന്നിപ്പിക്കൂ എന്നാണ് അഭിഭാഷകയോടുള്ള ആരാധകരുടെ അഭ്യർത്ഥന. ഒരു പബ്ലിക് ഫിഗർ അല്ലാതിരുന്നിട്ടും സൈറയെ പോലെയുള്ള ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പത്രക്കുറിപ്പ് പുറത്തുവിടണമെങ്കിൽ അതിന്റെ കാരണം റഹ്മാന്റെ ഭാര്യ എന്ന വിശേഷണമാണെന്നും ചിലർ വിലയിരുത്തുന്നു. അതേസമയം നേരത്തെ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ സൈറയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് താൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചതെന്ന് സൈറ വിശദീകരിച്ചിരുന്നു. ആ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഞാൻ സൈറ റഹ്മാൻ, ഞാൻ ഇപ്പോൾ ബോംബെയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ദയവ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഇനിയും മോശമായ വാർത്തകൾ നൽകരുതെന്ന് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം നല്ല വ്യക്തിയാണ്, ഈ ലോകത്തിലെ മികച്ച മനുഷ്യനാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് ചെന്നൈ വിടേണ്ടി വന്നത്. ഞാൻ ബോംബെയിലാണ് വന്നത്. ഞാൻ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. AR റഹ്മാന്റെ തിരക്കിനിടയിൽ ഇത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെയോ എന്റെ മക്കളെയോ പോലും. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് എല്ലാവരോടുമായി അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇതൊന്നുമായി ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവനെ പോലെ വിശ്വസിക്കുന്നു. അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. തിരിച്ചദ്ദേഹവും അദ്ദേഹത്തിനെതിരായ എല്ലാ വ്യാജാരോപണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വകാര്യത ബഹുമാനിക്കണം. ഞാൻ ചെന്നൈയിലേക്ക് ഉടൻ മടങ്ങിയെത്തും. പക്ഷേ എനിക്ക് എന്റെ ചികിത്സ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് നിർത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു ജെം ആണെന്ന് ആവർത്തിക്കട്ടെ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈറ കുറിപ്പ് അവസാനിപ്പിച്ചിരുന്നത്. 1995-ലാണ് റഹ്മാനും സൈറ ബാനും വിവാഹത്തിലായത്. തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതെന്നുമാണ് AR റഹ്മാൻ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൈറ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാൻ 27-ഉം സൈറയ്ക്ക് 21 വയസ്സായിരുന്നു പ്രായം. 3 മക്കളാണ് ഇരുവർക്കുള്ളത്. ഖദീജ റഹ്മാൻ, AR റമീൻ, റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ. ഖദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു. 57-കാരനാണ് AR റഹ്മാൻ. കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം.